بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറെ ബഹുമാനികളെ സത്യവിശ്വാസികളെ, നേരത്തെ ജുമയുടെ മുമ്പ് സൂചിപ്പിച്ച ആ സഹോദരന്റെ പൊതുവിശ്വാസിയായ സഹോദരന് വേണ്ടിയുള്ള സംഭാവനയിൽ നമ്മളൊക്കെ നമ്മളുടേതായ ഹദിയകൾ നൽകിയതിന്റെ ഭാഗമാകുന്നു. അല്ലാഹു ഖബൂൽ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവതരണത്തിൽ പൊരുത്തമുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്കും നമ്മുടെ ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നമ്മുടെ ഇബാദത്തുകളുടെ പോരായ്മകൾ അല്ലാഹു പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുവാനും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊരു വലിയ പ്രയാസമാണ്. വിധങ്ങൾ അതിന് ഉദാഹരണം പറഞ്ഞിട്ട് ജന്മത്തിനെന്നാണ്. ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്ന പോലെയായിരിക്കും. തീക്കട്ട കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം പിടിച്ചിരിക്കാൻ കഴിയില്ല, താഴെ കിടക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ദീനിനെ കൊണ്ടു നടക്കുക എന്നത് അത് കഠിനമായ അധ്വാനമായി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായി അവസാന കാലമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് നിരന്തരമായി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ലോകത്തെവിടെയും മുസ്ലിമീങ്ങളാണ് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എല്ലായിടത്തും ഭീതിയാണ്. ലോകത്ത് സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞ അറബ് രാജ്യങ്ങളിൽ പോലും ഇന്ന് ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭീതിയും മുസ്ലിമീങ്ങൾക്കുള്ളിൽ ഭീതിയും ഉണ്ടാക്കിയ ആളുകളാണ്? യഥാർത്ഥ വിശ്വാസിക്ക് മുസ്ലിമീങ്ങളെ സമൂഹത്തിന് ഈ ഭൂമിയിൽ ആശ്വാസകരമായ ജീവിതം സാധ്യമാകണമെങ്കിൽ അതിന്റെ പരിഹാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരത്തെ പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളുണ്ട്. അതിൽ പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാഠങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഒരിക്കലും അവൻ നിയന്ത്രിക്കുന്ന പോലെയല്ല, അവന്റെ ആസൂത്രണ പ്രകാരമല്ല അവന്റെ ജീവിതം നടക്കുന്നത് എന്ന തികഞ്ഞ വിശ്വാസം നമുക്കുണ്ടായിരിക്കും. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്നവരാണ്. ഖൈറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് എന്നത് ഈമാനിന്റെ ഭാഗമായി വിശ്വസിക്കൽ നിർബന്ധമായവരാണ് നമ്മൾ. അത് നിർബന്ധമാണ്. എന്റെ ജീവിതം ആരാണ് തീരുമാനിക്കുന്നത്? ഞാനാണോ? എന്റെ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നത് ഞാനല്ല. എന്റെ ദിവസമോ എന്റെ ജോലിയോ എന്റെ സമ്പാദ്യമോ എന്റെ കുടുംബമോ എന്റെ ഭാവിയോ തീരുമാനിക്കാൻ എനിക്കൊരു അവകാശവും അർഹതയുമില്ല. എന്റെ ശരീരം പോലും നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നമ്മൾ അവരെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മോട് പറയുന്നുണ്ട് നീ ദുർബലനാണ് എന്ന്. നമ്മുടെ മുഖത്തെ കൺപോളകൾ അടയുന്നതും തുറക്കുന്നതും പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത വിധം ദുർബലനാണ് മനുഷ്യൻ. പിന്നെ ആരാണ് നിയന്ത്രിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു കണക്കാക്കിയതേ വരൂ. അവൻ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പുൽപ്പൊടി പോലും ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ചലിക്കില്ല. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها. ഈ പ്രപഞ്ചത്തിലെ ഏത് ശക്തിയാവട്ടെ, ഏത് ജീവിയാവട്ടെ, ഏത് വസ്തുവാകട്ടെ, അതെവിടെയാണ് വാസസ്ഥലം, അതിന്റെ വാസസ്ഥലം എവിടെയാണ്, അതിന്റെ ഭക്ഷണം എവിടെയാണ്, അതിന്റെ സൗകര്യങ്ങൾ എവിടെയാണ്, തീരുമാനിക്കുന്നവൻ റബ്ബാണ്. റബ്ബിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടെത്തിക്കാതെ ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ല. നമ്മൾ ഇപ്പോഴും കരുതുന്നത് എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എന്നാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? സങ്കടം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവന്റെ തീരുമാന പ്രകാരം കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് മനുഷ്യർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുക, ഇല്ലേ? രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഇന്നാ എന്റെ കാര്യങ്ങളൊക്കെ തീർത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് കരുതിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്റെ തീരുമാന പ്രകാരം ഒന്നും നടക്കുന്നില്ല, എന്റെ ആസൂത്രണങ്ങൾ ഒന്നും നടന്നില്ല. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്റെ മനസ്സ് വേദനിച്ച് മാനസിക സംഘർഷത്തോടു കൂടി ടെൻഷൻ ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരിക. ആ ടെൻഷനോട് കൂടി വീട്ടിലേക്ക് വന്നാൽ ഇവിടെ കുടുംബത്തിലെ കലഹങ്ങളായി, മക്കളുമായി സൗഹൃദങ്ങൾ ഇല്ലാതെയായി, പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളായി. എന്താണ് കാര്യം?
ഞാൻ ഇന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ജീവിതം നടക്കണമെന്നൊരു വ്യാമോഹം എനിക്കുണ്ടായി. അങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടായാൽ അന്ന് റബ്ബ് പിടിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യം ഇറങ്ങിയ സൂറത്തല്ലേ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ സൂറത്തിൽ പറയുന്ന ഒരു ആയത്താണ് കല്ലാ ഇന്നൽ ഇൻസാന ലയതഗാ അർആഹു ഇസ്തഗ്നാ. മനുഷ്യർക്ക് എപ്പോഴാണോ അവൻ സ്വയം പര്യാപ്തനാണ് എന്ന് തോന്നിയത് അന്ന് മുതൽ അവൻ അഹങ്കാരിയാണ്, അവൻ അതിക്രമിക്കുന്നവനാണ്. സ്വയം പര്യാപ്തനാണ് എന്ന് മനുഷ്യന് എന്ന് തോന്നിയോ അന്ന് അല്ലാഹുവിനെ പിടിക്കും. നമ്മളൊക്കെ കരുതുന്നത് ഖുർആൻ പറയുന്നുണ്ട് ഫഅമ്മൽ ഇൻസാൻ ഫഅമ്മാ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. സമ്പത്ത് നൽകിയാൽ അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് നൽകി എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് ആരോഗ്യം നൽകിയ അല്ലാഹുവിന് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് കരുതുന്നത്. അല്ലാഹു പറയുന്നത് ഒരിക്കലും സമ്പത്താകട്ടെ പരീക്ഷണമാണ്, ദാരിദ്ര്യമാണെങ്കിലും പരീക്ഷണമാണ്, രോഗമാണെങ്കിലും പരീക്ഷണമാണ്, ആരോഗ്യവും പരീക്ഷണമാണ്. മനുഷ്യർക്ക് നൽകുന്ന എല്ലാ നിഅമത്തുകളും പരീക്ഷണമാണ്, എല്ലാ നിഅമത്തുകളും പരീക്ഷണമാണ്. വിശ്വാസി അവൻ ലഭിക്കുന്ന ആരോഗ്യം ഒരിക്കലും ആ ആരോഗ്യം അല്ലാഹു ഇഷ്ടപ്പെട്ട് നൽകിയതാണെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാർക്കൊന്നും പരീക്ഷണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അനുഗ്രഹങ്ങളിലാണ് കൂടുതൽ പേടിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളുടെ വഫാത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഇസ്ലാമിന്റെ ഖലീഫയായി. യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ വലിയ യുദ്ധാർജന സമ്പത്ത് ഗനീമത്ത് മുതൽ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഉമർ തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്തിനാ നിങ്ങൾ കരയുന്നത് ഉമർ തങ്ങളെ? പറഞ്ഞ മറുപടി ഈ സമ്പത്ത് കൊണ്ടാണ് കഴിഞ്ഞ സമുദായങ്ങൾ നശിച്ചു പോയത്. എന്റെ ഉമ്മത്തും ഈ സമ്പത്ത് കൊണ്ട് നശിക്കുമെന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതോർത്തുകൊണ്ട് കരയുകയാണ്. സമ്പത്ത് മനുഷ്യനെ സമാധാനം തരുന്നതല്ല, നമ്മുടെ സമാധാനം കെടുത്തുന്നതായിരിക്കും സമ്പത്ത്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ധനികരായ ആളുകളായിരിക്കും അവസാന സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദു റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. സമ്പത്ത് പരീക്ഷണമാണ്, ദാരിദ്ര്യവും പരീക്ഷണമാണ്, രോഗം പരീക്ഷണമാണ്, ആരോഗ്യവും പരീക്ഷണമാണ്. പിന്നെ എന്താണ് വിശ്വാസികൾ ചെയ്യേണ്ടത്? മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത് നിഅമത്തുകൾ കൂടി വരുമ്പോഴാണ്. വിദ്യാഭ്യാസം സമാധാനം തരില്ല, ആരോഗ്യം സമാധാനം തരില്ല, ലോകത്ത് മറ്റു സൗകര്യങ്ങൾ സമാധാനം തരില്ല. അങ്ങനെ സമാധാനം തരുമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാകേണ്ട കാലം ഇതായിരുന്നു. ഒരു 40 കൊല്ലം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇന്നില്ലേ? ആരോഗ്യ മേഖലയിൽ ഉയർച്ചകൾ കൈവരിച്ചിട്ടില്ലേ? സമ്പത്തില്ലേ? എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികൾ ജീവിക്കുന്ന ഒരു കാലമാണിത്. ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയ കാലമാണിത്. എന്തുകൊണ്ട്? ജനങ്ങളൊക്കെയും സ്വയം അവർ ആരാധിക്കുന്നത് സ്വന്തം നഫ്സിനെയാണ്, ശരീരത്തെയാണ്. ഞാൻ എന്നെയാണ് ആരാധിക്കുന്നത്? എനിക്ക് എന്റെ ശരീരത്തിൽ വിശ്വാസമാണ്, എന്റെ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. അവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകണം. ഒറ്റ കൂടി മാത്രമേ ഉള്ളൂ, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ മാത്രമാണ്. എങ്ങനെയാണ് ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുക? ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവുക എങ്ങനെയാണ് ആശ്വാസം ഉണ്ടാവുക? ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാവിലെ എന്നോട് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ എന്താണെന്നറിയോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഓരോ ദിക്റുകളും അങ്ങനെയാണ്. എല്ലാം റബ്ബിലെ ദിക്റുകളുടെ ആത്മാവ് തന്നെ തവക്കുലാണ്. ഞാൻ രാത്രി കിടക്കാൻ ചെല്ലുമ്പോൾ എന്റെ ബെഡിലേക്ക് ചായുമ്പോൾ എന്നോട് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ എന്താണ്? ബിസ്മിക റബ്ബി വദഅതു ജംബി. റബ്ബേ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ ഉറങ്ങാൻ കിടക്കുകയാണ്. ഭക്ഷണം കഴിച്ച് നമ്മൾ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ഏതാണ്? അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. കുട്ടികൾ മദ്രസയിൽ പോലും പഠിക്കുന്ന ദിക്റാണത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു നിനക്ക് മാത്രമാണ് ഹംദ്. ഏത് റബ്ബ്? അല്ലദീ അത്അമനി ഹാദാ, ഈ ഭക്ഷണം എനിക്ക് നൽകിയ റബ്ബ്. വറസഖനീഹി, എനിക്ക് അന്നമാക്കി നൽകിയ റബ്ബ്. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ ഒരു കഴിവില്ലാതെ, എന്റെ ഒരു സ്വാധീനമില്ലാതെ, എന്റെ ഒരു ശക്തിയുമില്ലാതെ എനിക്ക് ഈ ഭക്ഷണം നൽകിയ റബ്ബേ നിനക്കാണ് ഹംദ്. ഏത് ഭക്ഷണമാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കഷ്ടപ്പെടുത്ത് പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് അങ്ങാടിയിൽ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണ സാമഗ്രികൾ, നമ്മുടെ ഭാര്യയോ ഉമ്മയോ സഹോദരിയോ വീട്ടിന്റെ അടുക്കളയിൽ ചൂടത്തിരുന്ന് പാചകം ചെയ്ത ഭക്ഷണം
നമ്മൾ ഉണ്ടാക്കിയ വീടിന്റെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിരുന്നിട്ട് നമ്മുടെ മക്കളോടൊത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് റബ്ബിനോട് പറയാണ്, ഈ കഴിച്ച ഭക്ഷണത്തിൽ എനിക്ക് ഒരു റോളുമില്ല റബ്ബേ. അത് പറയും നമുക്ക് സുന്നത്താണ്. ഓരോ ദിക്റും അങ്ങനെ വാഹനത്തിൽ കയറുമ്പോൾ പറഞ്ഞതാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനം എനിക്ക് റബ്ബാണ് ഒരുക്കി തന്നത്. ഇത് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറാനാ പറയും. എന്തിനാണ്? ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, അവനെ സംരക്ഷിക്കാൻ അവന്റെ റബ്ബുണ്ട് എന്ന ബോധ്യം. അവന്റെ കുടുംബത്തെ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാ പോകുന്നത്. യാത്ര പോകുമ്പോൾ ചൊല്ലാൻ പറഞ്ഞ നിൽക്കുന്നതല്ലേ, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, എന്റെ യാത്രയിലെ കൂട്ടുകാരൻ റബ്ബിനെയാണ്. വഅൻത ഖലീഫത്തു ഫിൽ മാലി വൽ അഹ്ലി, എന്റെ കുടുംബത്തിൽ എന്റെ സമ്പത്തിൽ നിന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇല്ലേ? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആശ്വാസം ഉണ്ടാവും എപ്പോഴാണെന്നറിയോ? നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുമ്പോഴാണ് നമുക്ക് ആശ്വാസം ഉണ്ടാവുക. നമ്മൾ പറയാറില്ലേ, വലിയപ്പാരെ പറ്റി പറയും, വലിയപ്പ ചുമ്മാക്ക് പോയിട്ടുണ്ട്, റോഡ്സൈഡിൽ കൂടെ നടന്നു പോകണം, പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്ന പേരക്കുട്ടിന്റെ കൂടെ പോയിട്ടുള്ളത്, അതാണ് ആശ്വാസം എന്ന് പറയും വലിയപ്പ. മക്കളെ പറ്റി നമ്മൾ പറയും, ബാംഗ്ലൂരാ പഠിക്കുന്നത്, പേടിയാണ്. പിന്നെ ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ ഒരു മുത്തപ്പന്റെ കുട്ടി അവിടെ നല്ല ചെറുക്കനാണ്, അവരുടെ കൂടെ പഠിക്കുന്നത്, അതൊരു ആശ്വാസം. പെരുന്നാളൊക്കെ വീട്ടിൽ ഒരു 3 ദിവസത്തിന് നമ്മൾ വിരുന്ന് പോവുകയാണെങ്കിൽ പറയും, അടുത്ത അയൽപ്പക്കത്തുള്ള ആളുകൾ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും. വീട് അടച്ചിട്ടാലും വേണ്ടി ഒരു നല്ല നോക്കുന്ന ആൾക്കാരാണ് എന്ന് പറയും. ഇല്ലേ? നമ്മുടെ കുടുംബത്തെ, മക്കളെ, സമ്പത്തിനൊക്കെ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. എന്നാൽ ഈ പ്രപഞ്ചം തന്നെ പരിപാലിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ തന്നെയാണ് ഏൽപ്പിക്കുന്നതെങ്കിലും ഖുർആൻ പറയുന്നത് യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അത് മതി, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അത് മതി. അത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അചഞ്ചലമായ ഈമാൻ നമുക്കുണ്ടെങ്കിൽ, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ സഹായത്തോടെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഭക്ഷണം കിട്ടുന്ന അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് ജോലിയുള്ള അവർക്കും ജോലിയുണ്ട്. എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ആ വ്യത്യാസം? അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ്. പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്ന ഉറച്ച ഈമാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നില്ലേ? ആ തീയിലേക്ക് എറിയുമ്പോൾ കൂടെയുള്ള ആളുകൾ മുഴുവൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെണ്ണീറായി പോകുമെന്ന്. ഒരാൾക്കും ഉറപ്പില്ല ഇബ്രാഹിം നബി അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. എല്ലാവരും കരുതി ഇബ്രാഹിം നബി വഫാത്തായി പോകുമെന്ന്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്രൂദല്ല, അവന്റെ ഏത് വലിയ തമ്പുരാൻ വന്നാലും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഒരൊറ്റ വാക്യം പറഞ്ഞോളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിലെ 173ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി തീയിലേക്ക് എറിയുമ്പോൾ പറഞ്ഞ ഒരേ ഒരു വാചകം ഇതാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. എനിക്ക് എന്റെ റബ്ബ് മതി, അവനേക്കാൾ ഏൽപ്പിക്കാൻ ഉത്തമനായ ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. വിശുദ്ധ ഖുർആനിലെ തൊട്ടടുത്ത ആയത്തിൽ നമ്മളോട് ഇങ്ങനെ പറയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്ന് ചൊല്ലിയപ്പോൾ ഇബ്രാഹിം നബിക്ക് എന്തുണ്ടായി? ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിഹി ലം യംസസ്ഹു സൂഅ. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, ഔദാര്യം കൊണ്ട് ഇബ്രാഹിം നബിക്ക് ഒരു പോറൽ പോലും പറ്റില്ല. എന്താണ് കാര്യം? ഇബ്രാഹിം നബിക്ക് അറിയാം, ഈ തീയിനെ പടച്ചത് അല്ലാഹുവാണ്, എന്നെ പടച്ചതും അല്ലാഹുവാണ്. തീ ചൂടാകണമോ തണുപ്പാകണമോ എന്ന് തീരുമാനിക്കാൻ അർഹതയുള്ളവൻ റബ്ബ് മാത്രമാണ്. ആ റബ്ബിനോട് പറഞ്ഞു ഹസ്ബുനല്ലാഹ്. അല്ലാഹുവിന്റെ ഓർഡർ വന്നു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് തണുപ്പായി മാറണേ എന്ന ഓർഡർ വന്നു അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. തീയിനോട് തണുപ്പാകണമെന്ന് പറയാൻ അധികാരമുള്ള ഒരേ ഒരു ശക്തി മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. വേറെ ആർക്കാണ് പറയാൻ കഴിയുക? ഉറച്ച ഈമാനുണ്ടെങ്കിൽ ലോകത്തൊരാൾക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത സമയത്ത് പോലും ഹസ്ബുനല്ലാഹുവിന്റെ ഈമാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ രക്ഷ നമ്മളോട് കൂടെ ഉണ്ടാകും. അതാണ് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാമികൾ പറയുന്നത്, ഖുർആൻ നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്ന് ഓതിക്കഴിഞ്ഞാൽ ഉടനെ പറയാണ്, നീ ഹസ്ബുനല്ലാഹു ചൊല്ലിയാൽ നീ എന്നല്ല ലോകത്ത് ആരും വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന് കഴിയും. എന്തുകൊണ്ട്? ഈ ലോകത്ത് നമ്മളൊക്കെ പതിവുകളിൽ വിശ്വസിക്കുന്നവരാണ്. മഴ കൊണ്ട് പനിയുണ്ടായി, എന്താ കാര്യം? മഴ കൊണ്ടതുകൊണ്ട് പനിച്ചു. അവൻ പരീക്ഷയിൽ തോറ്റു, എന്താ കാര്യം? ആ സ്കൂളിൽ പോയത് കൊണ്ട് തോറ്റു. ഇങ്ങനെ ഭൗതികമായ കാരണങ്ങളിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. തീ ചൂടാണ്, എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൽ അങ്ങനെയാണ്. ആരാണ് ഈ പതിവിനെ ഉണ്ടാക്കിയത്?
പതിവിനെ ഉണ്ടാക്കിയവൻ അല്ലാഹു മാത്രമാണ്. ലോകത്തെ പതിവുകളെ പറ്റി പറയാനേ ആർക്കും കഴിയും? ശാസ്ത്രത്തിന് മാത്രമേ കഴിയും. സൂര്യൻ കിഴക്കിന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയും. എത്ര സമയം കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയാൻ കഴിയും. എത്ര വലിപ്പമുണ്ട് എന്ന് പറയാൻ കഴിയും. എത്ര ദൈർഘ്യമുണ്ട് എന്ന് പറയാൻ കഴിയും. മഴയ്ക്ക് സാധ്യതയുണ്ടോ പറയാൻ കഴിയും. പക്ഷേ ഈ സൂര്യനെ നാളെ മുതൽ പടിഞ്ഞാറ് ഉദിപ്പിച്ച് കിഴക്ക് കൊണ്ടുപോയി അസ്തമിപ്പിക്കാമെന്ന് ഒരു ശാസ്ത്രകാരൻ ലോകത്തും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? മുസബ്ബിഹുൽ അസ്ബാബ് അല്ലാഹു മാത്രമാണ്. പതിവുകളുടെ നിർമ്മാതാവ് അല്ലാഹുവാണ്. പക്ഷെ റബ്ബിന് പറയാം, അന്ത്യനാൾ വന്നാൽ കിഴക്കിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് കിഴക്കോട്ട് അസ്തമിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാൻ ഈ സൂര്യന്റെ നിർമ്മാതാവിന് മാത്രമേ കഴിയൂ. റബ്ബ് മാത്രമാണ്. ഈ ചൂടാകണം തണുപ്പാകണം ആർക്കാ തീരുമാനിക്കാൻ കഴിയുക? അല്ലാഹുക്ക് മാത്രമാണ്. ഞാൻ മഴ കൊണ്ടാൽ പനിക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? റബ്ബിന് മാത്രമാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്ന വിശ്വാസമാണ് ഖൽബിൽ ഉറക്കേണ്ടത്. അത് ഖൽബിൽ ഈമാനിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ കൊണ്ട് സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നിയാൽ അന്ന് അല്ലാഹു തആല പ്രവർത്തിക്കും. ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. വെറും 313 ആളുകൾ മാത്രമല്ല യുദ്ധത്തിനുള്ളൂ. 9 കുതിരകൾ മാത്രം അല്ലേ? 2 കുതിരകളും 9 വാളുകളും. 2 കുതിരകൾ 9 വാളുകൾ. അതുമായിട്ട് യുദ്ധത്തിനിറങ്ങിയ സ്വഹാബികൾ യുദ്ധത്തിന് പോയതല്ല, പോയി ചെന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് സ്വഹാബത്തിന് അല്ലാഹു തആല വിജയം കൊടുത്തു? ഈമാനുകൊണ്ടാണ് വിജയം കൊടുത്തത്. സ്വഹാബികൾ പറയുന്നുണ്ട്, യുദ്ധക്കളത്തിൽ വെച്ച് ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശത്രുവിന്റെ തോളിൽ കൈവച്ചു കഴിഞ്ഞാൽ ആ ശത്രു ഞങ്ങളുടെ കൂടെ കൊടുക്കുമ്പോൾ പേടിച്ചു. ശത്രുവിന്റെ കൽബിലേക്ക് അന്നത്തെ അമേരിക്കയാണ് ഖുറൈശികളുടെ കൽബിലേക്ക് പേടിയിട്ട് കൊടുത്തു, റൂഹിലിട്ട് കൊടുത്തു അല്ലാഹു തആല. ആ റൂഹിൽ അവർ പേടിച്ചു പോയി. ശത്രുക്കളെ സ്വഹാബികളുടെ കൂടെ ഇന്നും പറഞ്ഞത്. സ്വഹാബികൾക്കാണെങ്കിൽ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഒരു പേടിയില്ല. അന്ന് ശത്രുക്കളുടെ കൽബിലാണ് ഉറപ്പുണ്ടായിരുന്നത്. ആ റൂഹ് 100 കൊല്ലത്തോളം നീണ്ടു നിന്നു ആ പേടി. അതുകൊണ്ട് വെറും 100 കൊല്ലം കൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ പിന്നീടോ ശത്രുക്കൾക്കുണ്ടായിരുന്ന ആ പേടി ഇന്ന് മുസ്ലിങ്ങളുടെ ഹൃദയത്തിലാണ് പേടിയുള്ളത്, ഭീതിയുള്ളത്. എനിക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ എന്റെ ഇസ്ലാമിന്റെ വേഷം മാറ്റി വെക്കണമെന്നൊരു തോന്നൽ എനിക്ക് വരികയാണ്. എന്റെ ഇസ്ലാമിന്റെ അടയാള മുദ്രകൾ മാറ്റി വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അറബ് രാജ്യങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അമേരിക്കയുടെ പട്ടാളം ഞങ്ങളുടെ നാട്ടിൽ ക്യാമ്പ് ചെയ്താൽ മാത്രമേ ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ, എന്ന തോന്നലിൽ, ആ വ്യാമോഹത്തിലാണ് അവർ ഓരോ അറബ് രാജ്യങ്ങളിലും അമേരിക്കക്കും സാമ്രാജ്യ ശക്തികൾക്കും വേണ്ടി സൈനിക താവളം ഒരുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്നത്. പേടിയിലാണ് വിശ്വാസികൾ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്ന് പേടി കുടുങ്ങിയോ അന്ന് അല്ലാഹു പരാജയം കൊടുത്തിട്ടുണ്ട്. എന്ന് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ, എന്ന് പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടോ, എന്ന് ഈമാൻ കൊണ്ട് ഉറച്ചു നിന്നിട്ടുണ്ടോ അതൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഓടിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. നാടിനെ മുഴുവൻ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ആളുകൾ. മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഒരാൾ ഒറ്റക്കാണെങ്കിലും സുജൂദിൽ കിടന്ന പടച്ച റബ്ബിനോട് പറഞ്ഞാൽ മതി, അല്ലാഹു ഒരു പരിഹാരം നൽകും. നമുക്കെന്തിനാ ആയുധങ്ങൾ? നമുക്കെന്തിനാ മറ്റു സൗകര്യങ്ങൾ? നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞാൽ മതി. നമ്മളൊരിക്കലും വേട്ടയാടപ്പെടാത്ത, നമ്മളൊരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കാലം ഉണ്ടാകണമെന്ന് എന്തിനാ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഏത് കാലത്തും നമ്മൾ മുസ്ലിം ആകണം. ഏത് കാലത്തും നമ്മൾ ഇസ്സത്തോടെ ഇസ്ലാമിനെ പറയണം. ഉമർ റളിയല്ലാഹു തആല അമീർ മുഅ്മിനീനായി കൊണ്ടിരിക്കുകയാണ് ഷാമിലേക്ക് പോകുന്നത്. ഷാമിലേക്ക് ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടകത്തിന്റെ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ താഴെ ഇറങ്ങി വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാൻ ഉമർ റളിയല്ലാഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ താഴെ ഇറങ്ങി ഉമർ റളിയല്ലാഹു തആല നമ്മുടെ ചെവിപ്പൂരി തോളിൽ വെച്ചു. എന്നിട്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് കയറ് പിടിച്ചിട്ട് ഇങ്ങനെ ആ ഹൗദിന്റെ അടുത്തേക്ക്, കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഭരണാധികാരിയല്ലേ? നിങ്ങൾ അമീർ മുഅ്മിനീനല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നത് കണ്ടാൽ ആ നാട്ടുകാർ നിങ്ങളെ സ്വീകരിക്കില്ല. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾ അബൂ ഉബൈദയായി പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കൈകാര്യം ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞ മറുപടി എന്താണ്?
നഹ്നു ഖൗമുൻ അസ്സല്ലാഹു ബിൽ ഇസ്ലാം. നമ്മുടെ പ്രത്യേകത നമുക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം കൊണ്ട് മാത്രമാണ് ഇസ്സത്ത് നൽകിയത്. ഈ ഉമ്മത്തിന് അല്ലാഹു അഭിമാനം നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. നമ്മുടെ അഭിമാനവും നമ്മുടെ അന്തസ്സും ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാമേതര കക്ഷികളിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അള്ളാഹു പരാജയപ്പെടുത്തും. ഒരു സംശയം വേണ്ട, അള്ളാഹു പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇസ്സത്ത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് സ്വകാര്യതയിൽ മാത്രം ചെയ്തു കൂട്ടേണ്ട ആചാരങ്ങളല്ല, സ്വകാര്യതയിൽ മാത്രം നിർവഹിക്കേണ്ട ഇബാദത്തുകൾ മാത്രമല്ല ദീൻ. പലരും ഇന്ന് പറയുന്നത് മതം നമ്മുടെ സ്വകാര്യതയായി മാറണമെന്നാണ്. മതം സ്വകാര്യതയായി മാറേണ്ടതല്ല, മതം നമ്മുടെ സംസ്കാരമാകേണ്ടതാണ്. ദീൻ നമ്മുടെ സംസ്കാരമാകണം, ദീൻ നമ്മുടെ ശൈലിയാകണം, ദീൻ നമ്മുടെ സ്വഭാവമാകണം. ദീൻ സ്വകാര്യമായി ചെയ്യാനുള്ളതല്ല. ഒരുപാട് ആളുകൾ കൂടി നിൽക്കാനിടയിൽ ഞാനിപ്പോ ദുഹറിന്റെ വാങ്ങുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതെ കമ്പനിയിൽ ജോലി ചെയ്യുക, എന്നിട്ട് എല്ലാ നിസ്കാരങ്ങളും രാത്രി ഒന്നിച്ച് ജാമാക്കുക. എന്തിനാണത്? ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ അതാണ് അഭിമാനം, അതാണ് അവർക്കും ആശ്വാസം. മഹാനായ ഖാലിദ് ഇബ്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റളിയല്ലാഹു മർത്തദ അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തൃശ്ശൂർ ജില്ലയിൽ വർഗീയ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് ബാഫഖി തങ്ങൾ ഇങ്ങനെ ചെന്ന ഒരു ചരിത്രമുണ്ട്. ബാഫഖി തങ്ങൾ വന്നു, മഗ്രിബിന്റെ ബാങ്കായി, ബാങ്കിന്റെ സമയമായി. ബാഫഖി തങ്ങൾ നിസ്കരിക്കണം പറഞ്ഞു. വർഗീയത നടക്കുന്ന സ്ഥലമാണ്, പല ആനുകൂല്യങ്ങളും ഫിഖ്ഹിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടമാണ്. നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ബാഫഖി തങ്ങൾക്ക് നിസ്കരിച്ച ഉദുവെടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത് അവിടുത്തെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളാണ്. ആ ഒരു നിസ്കാരം കൊണ്ട് അവിടുത്തെ പ്രശ്നം എടുത്തു. നമ്മൾ എന്ന് മുതൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുവോ അന്ന് മുതൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ശക്തിയായി നമുക്ക് മാറാൻ കഴിയും രാജ്യത്ത്. നമ്മളിപ്പോൾ പേര് കൊണ്ട് മാത്രം മുസ്ലിമായി, പള്ളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം മുസ്ലിമായി നിങ്ങൾ നടക്കുകയാണ്. സംസ്കാരം നമ്മുടേതല്ല, നമ്മുടെ വേഷങ്ങൾ ഇസ്ലാമിന്റേതല്ല, നമ്മുടെ സംസാരങ്ങൾ ഇസ്ലാമിന്റേതല്ല. ഒരു മുസ്ലിമിന്റെ നടത്തവും ഇരുത്തവും കിടത്തവും അനക്കവും അടക്കവും എല്ലാം ദീനാകണം. നിങ്ങൾ പേര് കൊണ്ട് മുസ്ലിമാകേണ്ടവരല്ല, നിങ്ങൾ സമ്പൂർണ്ണ മുസ്ലിമാകണം. എങ്ങനെയാണ് സമ്പൂർണ്ണ മുസ്ലിമാകേണ്ടത്? എങ്ങനെ സമ്പൂർണ്ണ മുസ്ലിമാവുക? നടക്കുമ്പോൾ റസൂൽ പറഞ്ഞ പോലെ നടക്കുക. ഒരാളെ കണ്ടുമുട്ടിയാൽ സാധാരണ മനുഷ്യന്മാർ കണ്ടുമുട്ടിയത് പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു മുസ്ലിം എങ്ങനെ കണ്ടുമുട്ടണം അതുപോലെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടിയാൽ ചിരിക്കണം, സുന്നത്താണ്. സലാം പറയണം, സുന്നത്താണ്. കൈ കൊടുക്കണം, മുസാഫഹ ചെയ്യണം, സുന്നത്താണ്. ഈ മുസാഫഹത്തിലും സലാമിലും വലിഞ്ഞു തീരാത്ത ഒരു പ്രശ്നവും ആളുകൾക്കിടയിൽ ഉണ്ടാവില്ല. ഒരു പ്രശ്നവും വിധങ്ങളെ പറ്റി സ്വഹാബത്ത് പറയുകയാണ്, അവിടുത്തെ കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരന് കൈ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വേർപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ വേർപ്പെടുത്തുമായിരുന്നില്ല. ആ ഒരു പിടുത്തത്തിൽ നിങ്ങൾക്കിടയിൽ സൗഹൃദം ഉണ്ടാകാൻ, സ്നേഹം ഉണ്ടാകാൻ നിങ്ങൾ പരസ്പരം സലാം പറയണമെന്ന് പറഞ്ഞ ദീനാണ് നമ്മുടേത്. ദീനിന്റെ സൗന്ദര്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ദീനിന്റെ സൗന്ദര്യം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളിലൂടെ അനുഭവിക്കാൻ കഴിയണം, ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇബാദത്തുകൾ മാത്രം പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹ്യ നന്മകളാണ് പരിചയപ്പെടുത്തിയത്. ഹിറായിലേക്ക് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്, നിബിധങ്ങളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വാരിപ്പുണർന്ന് പേടിച്ച് ഉറച്ച് പരിച്ചുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞത്, സബ്ബിറൂനി യാ ഖദീജ, ഒന്ന് പുതപ്പിട്ട് തരണം. ഹശീതു അലാ നഫ്സി, എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്താണ്? ലാ യുഖ്സിക അല്ലാഹു അബദാ, നിങ്ങൾ അല്ലാഹു പരാജയപ്പെടുന്നില്ല. നിങ്ങൾ ഹിറാ ഗുഹയിൽ പോയി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നക ലതസ്ലു റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ആളുകളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ സ്വയം പ്രശ്നമായി എടുക്കുന്നവരാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, ആളുകളെ സഹായിക്കുന്നവരാണ്. വതുഈനു തആം, നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. ഇതാണ് ഇസ്ലാമിന്റെ സാമൂഹ്യ നന്മകൾ. ലോകത്താർക്ക് ഇങ്ങനെ പറയാം.
ലോകത്ത് ഇത്രമേൽ നല്ല സാമൂഹ്യ നന്മകൾ പഠിപ്പിച്ച ഒരു സമഗ്രതയുള്ള ജീവിത ദർശനം നൽകിയ ഒരു പ്രത്യയശാസ്ത്രവുമില്ല, ഒരു ഭരണഘടനയുമില്ല, ഒരു ആശയവുമില്ല. ഇസ്ലാമല്ല. നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കും പ്രമോഷന് സാധ്യതയുണ്ട്, അവനും പ്രമോഷന് സാധ്യതയുണ്ട്. എങ്കിൽ ഏതെങ്കിലും ഒരു തരികളെ ഒപ്പിച്ചിട്ട് പ്രമോഷൻ നേടാൻ നമുക്ക് സ്വയം താല്പര്യമുണ്ടായി നമുക്ക് അങ്ങനെ ചെയ്യാം. ഗവൺമെന്റ് ഒന്നും പറയില്ല, ഭരണഘടനയൊന്നും പറയില്ല. പക്ഷേ അതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്കുള്ള വിള്ളലുണ്ട്. അവിടെയാണ് വിശുദ്ധ ദീൻ പറയുന്നത്, ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എനിക്ക് വേണ്ടത് അതേ ആഗ്രഹം എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുവരെ ഞാൻ ഒരു മുഅ്മിനല്ല. ഈ സമഭാവന പറഞ്ഞു കൊടുക്കാൻ ആർക്കാ കഴിയ ലോകത്ത്? സ്ത്രീകളെ പറ്റി മാത്രം സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്. ലോകത്ത് ആദ്യമായി ലോക ചരിത്രത്തിൽ ജോലി ചെയ്യുന്ന പുരുഷനും സ്ത്രീക്കും ഒരേ വേതനം കൊടുക്കണമെന്ന് പറഞ്ഞ ദീനിന്റെ പേരാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ, ഇസ്ലാമിലൊരു നിയമവും ആണായതുകൊണ്ട് ഈ നിയമം, പെണ്ണായതുകൊണ്ട് ഈ നിയമം അങ്ങനെയില്ല. ഇസ്ലാമിൽ നിയമം ആണിനും പെണ്ണിനും നിയമത്തിന് മാനദണ്ഡം ഒന്നാണ്, അടുതാണ് അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. ലോകത്ത് ആദ്യമായി ഈ സമഭാവന പഠിപ്പിച്ചു കൊടുത്തത് ഇന്നും സ്ത്രീക്ക് പുരുഷനും വേതനത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്തുന്ന നാടുകളില്ലേ? എന്നാണ് ഇവിടെ ഈ സംരക്ഷണത്തിന്റെ വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്. അനന്തരാവകാശത്തിന്റെ മസലകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്ത്രീയെ പരിഗണിക്കുന്ന ഒരു കാര്യം, സ്ത്രീയെ പരിഗണിക്കുന്ന ഒരു രീതിശാസ്ത്രം എന്നത് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളും പുരുഷൻ സംരക്ഷിക്കുന്നവരുമാകണം എന്നതാണ് ഇസ്ലാമിന്റെ പോളിസി. ഇനി ഇല്ലായെങ്കിലും സംഭവിക്കും. സമൂഹം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തകർന്നു പോകും, അത് തകർന്നു പോകും. ഇവിടെ ആധുനിക ലോകം പറയുന്നത് സ്ത്രീ അവൾ സ്വയം അവളെ തന്നെ സംരക്ഷിക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ സ്ത്രീകൾക്ക് വീട്ടുജോലിയും ചെയ്യേണ്ടി വരുന്നു, അവരുടെ ഔദ്യോഗിക ജീവിതം ചെയ്യേണ്ടി വരുന്നു, മൾട്ടി റോളുകൾ നിർവഹിക്കേണ്ടി വരുന്നു. അതിന്റെ ഭാഗമായി സ്ത്രീകൾ ചെറിയ പ്രായത്തിൽ തന്നെ വിഷാദ രോഗികളാകുന്നു എന്ന് യൂറോപ്പിലെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാമിന്റെ സമഗ്രമായ സന്ദേശമാണ് ഇത്. നമ്മുടെ ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം, കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ അഭിമാനമാണെന്ന് ഉയർത്തി പറയാൻ കഴിയണം. ഇസ്ലാമിന്റെ ഇസ്സത്താണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. ചെറിയ കുട്ടികൾക്ക് കുഞ്ഞുനാളിലെ ഈ ഇസ്സത്ത് അവരുടെ ഭാഗമാക്കണം. നമുക്കെപ്പോഴും നമ്മുടെ ലോകത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ധീരമായി വേർപെടാനുള്ള സാധ്യതകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ നമ്മൾ നമ്മുടെ ഈമാനിനെ റീചാർജ് ചെയ്യണം, നമ്മുടെ ഖൽബിലേക്ക് തഖ്വയെ റീചാർജ് ചെയ്യണം. എങ്ങനെയാണ് ഖൽബിലേക്ക് തഖ്വയെ റീചാർജ് ചെയ്യാനുള്ള വഴി? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ കൂടെ നിങ്ങൾ സഹവസിച്ചാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈമാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. സച്ചരിതരുടെ കൂടെ കൂടിക്കൊണ്ടിരിക്കണം. ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ നമ്മൾ ഓതാറുണ്ട്. എന്നാൽ ഫാത്തിഹയിൽ ഒരൊറ്റ കാര്യം റബ്ബിനോട് ചോദിക്കുന്നത്, ഒറ്റ കാര്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ. ഏതാണ് ശരിയായ വഴി? ഖുർആനിന്റെയും ഹദീസിന്റെയും വഴി എന്നാണ് പറഞ്ഞത്? അല്ലല്ലോ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നബിയേ അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴി, വ്യക്തികളുടെ വഴി. വ്യക്തികളെ നോക്കി ജീവിക്കാൻ നമ്മൾ പറഞ്ഞത്. ആശയങ്ങൾ നോക്കിയിട്ടോ അക്ഷരങ്ങൾ വായിച്ചിട്ടോ ആശയങ്ങൾ ഗ്രഹിച്ചിട്ടോ ദീന പഠിക്കാറില്ല. വ്യക്തികളെ നോക്കി. ആരാണ് വ്യക്തികൾ? സ്വാലിഹീങ്ങളാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവരെ കണ്ടുകൊണ്ട് ജീവിക്കാനാണ് സ്വഹാബത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു നിയമപുസ്തകം തയ്യാറാക്കുകയാണ് ചെയ്തത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവർക്ക് സ്വഹാബത്തിന്റെ പേര് പിൽക്കാലത്തുള്ള താബിഈങ്ങളാണെങ്കിലും സ്വഹാബികളെ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഈ പാരമ്പര്യത്തിന്റെ കണ്ണി മുറിയാൻ പാടില്ല. അത് മുറിഞ്ഞാൽ പിന്നെ ദീനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കേട്ടിട്ടില്ലേ? ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ നൂറ്റാണ്ടുകാരാണ്, പിന്നെ അടുത്ത നൂറ്റാണ്ട്, പിന്നെ അടുത്ത നൂറ്റാണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് അക്ഷരങ്ങളോ പുസ്തകങ്ങളോ അല്ല. അന്നത്തേക്കാൾ കൂടുതൽ പുസ്തകങ്ങളുള്ളത് ഈ കാലഘട്ടത്തിലാണ്. അന്നത്തേക്കാൾ കൂടുതൽ പഠന സൗകര്യമുള്ളത് ഈ കാലത്താണ്.
എന്ന് കരുതി അന്നത്തേക്കാൾ കൂടുതൽ ദീനുള്ളവരും തഖ്വയുള്ളവരും ഖൈറുള്ളവരും ഇന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദീൻ എന്നത് അക്ഷരമല്ല, ആശയമല്ല, അത് നൂറാണ്. ആ പ്രകാശമാണ്. ആ പ്രകാശം അധരങ്ങളിൽ നിന്നും ഖൽബിലേക്ക് പകരേണ്ട പ്രകാശമാണ്. അത് ആദ്യ തലമുറയിൽ മാത്രമാണ് അത് നേരിട്ട് കൃത്യമായി പകർത്തപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉത്തമർ അവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണ്? ആ പരമ്പരയിലേക്ക് കണ്ണിമുറിയാതെ പോകുന്ന ദീനിനെ സ്വീകരിക്കണം. നമ്മളോട് ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരും ഖുർആൻ എടുത്തുകൊണ്ട് നിങ്ങൾ നോക്കി നിയമങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഹദീസ് എടുത്ത് നോക്കി നിയമങ്ങൾ പഠിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആദരിച്ച് ഇബാദത്ത് ചെയ്യുന്ന സ്വാലിഹീങ്ങളുണ്ട്, അവരെ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നബി പറഞ്ഞു. അങ്ങനെയാ ദീൻ പഠിച്ചത്. ഇന്നമ ദീനു ബിൽ ഇസ്നാദ്, പരമ്പരയിലൂടെ നിലനിൽക്കുന്നത് മാത്രമേ ദീനുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ സമസ്തകളുടെ ജമീയത്തുൽ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിറങ്ങിയ സനദ് കൊടുക്കും. എന്നീ സനദ് എന്ന് പറഞ്ഞാൽ ഇതൊരു പരമ്പരയാണ്. എത്ര മണിക്കൂറുകൾ വേണമെന്നറിയോ ആ സനദ് കൊടുക്കാൻ? ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സനദ് കൊടുക്കുന്നത് എന്തിനാണ്? അതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. ഇതാ ഈ പഠിച്ചിറങ്ങുന്ന ആലിം പണ്ഡിതൻ, ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിച്ചു പകർത്തിയ ദീൻ ഇതാ ഈ സ്ഥാപനത്തിലെ ഗുരുനാഥന്മാരിലൂടെ ഒരു കണ്ണി പോലും മുറിയാതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഗുരു പരമ്പരയിലൂടെ ദീൻ പഠിച്ചതാണ്. കേരളത്തിലെ നമ്മുടെ ആലിമ്യങ്ങളിൽ ഓരോ ആലിമിനും പറയാം, നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട ഓരോ ഉസ്താദുമാർക്കും പറയാം, അവരുടെ ഗുരു പരമ്പരയിൽ 46ാമത്തെ ഗുരു, ഒരു കണ്ണി പോലും മുറിയാത്ത പരമ്പരയുടെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാൻ അധികാരവും അവകാശവുമുള്ള ഒരു പണ്ഡിത നേതൃത്വമാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ അഭിമാനം. അതിന് കൂടെ നിൽക്കാതെ ഈ പാരമ്പര്യം മുറിഞ്ഞുപോയി ഒരു 200 കൊല്ലത്തെ 100 കൊല്ലത്തെ പാരമ്പര്യം മാത്രം അവകാശപ്പെടാൻ കഴിയുന്നത് ദീനല്ല. അതിനെക്കുറിച്ച് ദീനെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നിയത് എന്റെ ദീനാകാൻ പാടില്ല. ഇതിപ്പോ അങ്ങനെയാണ്. ഞാൻ കണ്ട ഇസ്ലാം, ഞാൻ അനുഭവിച്ച ഇസ്ലാം, ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം, അതല്ല ഇസ്ലാം. ഇമാമികൾ പഠിപ്പിച്ച ഇസ്ലാം, അവർ പകർന്ന ഇസ്ലാം, അവർ മനസ്സിലാക്കിയ ഇസ്ലാം, അതാണ് ദീൻ. അതിന്റെ കൂടെയാണ് ഇരിക്കേണ്ടത്. ഓരോ വ്യക്തികളും സ്വയമായിട്ട് നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ തുടങ്ങിയാൽ ദീൻ പൊളിഞ്ഞു പോകില്ലേ? അവിടെയാണ് ദീൻ പഠിച്ച ആലിമീങ്ങൾ പറയുന്നതിന്റെ കൂടെ അത്രേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, നമ്മളുടെ അത്ര കൽപ്പന ഉള്ളൂ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെല്ലാവരും ഗവേഷണം നടത്തുക എന്നല്ല പറഞ്ഞത്, ഇവരോട് ചോദിച്ചോളൂ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ദീനിന്റെ യഥാർത്ഥ വഴിയിലൂടെയുള്ള പഠനത്തിനുള്ള അവസരങ്ങൾ